കോൺഗ്രസ് രക്ഷപ്പെടണമെങ്കിൽ. മിഷൻ 250 ആരംഭിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ ഈ പ്രസ്ഥാനത്തെ രക്ഷപ്പെടുത്തുക, കസേരമുഖികളായ ചില സ്വാർത്ഥമതികളായ നേതാക്കന്മാരെ ഒറ്റപ്പെടുത്തുക, അവരുടെ പിടിയിൽ നിന്നും ഈ പ്രസ്ഥാനത്തെ രക്ഷപ്പെടുത്തുക, ഭരണത്തിലേക്ക് തിരികെ വരുവാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ITV ന്യൂസ് ഈ മിഷൻ 250 ആരംഭിച്ചിരിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസ് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നിലവിലെ സാഹചര്യത്തിൽ ഈ കളങ്കിതനായ ഈ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവും ഈ KC വേണുഗോപാലും ഈ കസേരമോഹികളായ മുഖ്യമന്ത്രി കസേരമോഹികളായ ഇവർ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ ഈ പാർട്ടിയെ ചില്ലറയൊന്നുമല്ല പ്രതിസന്ധിയിലാക്കുന്നത്. ഇത് പഴയ കാലമല്ല. തിരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോൾ ഏതെങ്കിലും ഒരു പേരിട്ട് ഒരു യാത്ര, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഒരു യാത്ര നടത്തിയാലോ, ഗാന്ധി കുടുംബത്തിലുള്ള ആരെയെങ്കിലും ഇറക്കി ഒരു മഹാസമ്മേളനം നടത്തിയാലോ, അതല്ലെങ്കിൽ ഏതെങ്കിലുമുള്ള മാധ്യമങ്ങളിലൂടെ ഇവരെക്കുറിച്ച് വാഴ്ത്തുപാട്ട് നടത്തിയാലോ ഒന്നും അത് വോട്ടായി മാറുന്ന കാലമല്ല ഇതെന്ന് മനസ്സിലാക്കണം. ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ പാർട്ടിയുടെ നശീകരണത്തിന് അധ്യക്ഷത വഹിക്കുന്ന ഈ നാണം കെട്ടവന്മാരെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അത് പ്രധാനമായും രണ്ടുപേരാണ്. VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കുന്നവനും അതുപോലെ KC വേണുഗോപാൽ എന്ന് പറയുന്ന ആ കുഴിപ്പുളവനും. ഇവന്മാർ മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ച് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ ഈ പാർട്ടിയെ നശിപ്പിക്കുകയാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഈ രണ്ടവന്മാരെയും ദേശീയ തലത്തിൽ നോക്കുക. പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ദേശീയ സെക്രട്ടറിയായ ഈ KC വേണുഗോപാൽ എന്തിനാണ് കേരളത്തിൽ കിടന്ന് കളിക്കുന്നത്? ഇവിടെ മിടുമിടുക്കന്മാരായ യുവ നേതാക്കന്മാരുണ്ട്, മുതിർന്ന നേതാക്കന്മാരുണ്ട്. അവർക്ക് പ്രവർത്തിക്കുവാനുള്ള അവസരം ഇല്ലാതാക്കി അവരെ ഒതുക്കിയ ശേഷം ഈ നാണം കെട്ടവൻ BJPക്ക് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള സകല സ്റ്റേറ്റുകളിലും നാണം കെട്ട പരാജയം ഏറ്റുവാങ്ങി കോൺഗ്രസിനെ ഉന്മൂലനം ചെയ്ത് BJPക്ക് അടിയറവ് വെച്ചിട്ട് ഈ നാണം കെട്ടവൻ കേരളത്തിലോട്ട് വീണ്ടും ചാടാനിരിക്കുകയാണ്. ഇവൻ കേരളത്തിൽ കിടന്ന് ചൊറിയും കുത്തി നടക്കുകയാണ്. എന്തിൻ്റെ ആവശ്യമാണ് ഈ KC വേണുഗോപാൽ എന്ന് പറയുന്ന കുഴിപ്പുളവന്? സംഘടനാതലത്തിൽ ദേശീയ സെക്രട്ടറി ആയിട്ട് ഇവൻ എന്ത് നേട്ടം ഇവിടെ ഉണ്ടാക്കുവാൻ സാധിച്ചു? എന്നിട്ട് എന്ത് മറിക്കുവാനാണ് ഈ കേരളത്തിൽ വരുന്നത് എന്ന് ജനങ്ങൾ ചിന്തിക്കണം. അതുപോലെ VD സതീശൻ എന്ന് പറയുന്ന പിണറായി വിജയന്റെ തുടർഭരണത്തിന് അച്ചാരം വാങ്ങി പ്രവർത്തിക്കുന്ന ഈ നാണം കെട്ടവൻ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുകയാണ് എന്ന് ഞങ്ങൾ മനസ്സിലായി. ഒരു പക്വതയോടുകൂടി പെരുമാറുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് ഇവിടെ ആവശ്യം. ഇയാളുടെ ഒരു പ്രവർത്തികളിൽ പോലും ഒരു പക്വതയില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പറവൂരുകാരായ ഇദ്ദേഹത്തെ കഴിഞ്ഞ 10-47 വർഷമായി അടുത്തറിയാവുന്ന നേതാക്കന്മാർ ITV ന്യൂസിലൂടെ പ്രഖ്യാപനം നടത്തി നിങ്ങൾ കണ്ടു. ബേസിക്കലി ഒരു തൊട്ടിയായ, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത, യാതൊരു പേഴ്സണലി അതല്ലെങ്കിൽ പ്രൊഫഷണലി യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത ഇയാൾക്ക് കിട്ടിയതെല്ലാം ബോണസാണ്. അദ്ദേഹത്തിന് സ്വപ്നം കാണാൻ സാധിക്കാത്ത പദവിയാണ് ഈ പ്രതിപക്ഷ നേതാവ് എന്നത്. ആ പദവിയിലിരുന്ന് ഇദ്ദേഹം കാട്ടിക്കൂട്ടിയ, അദ്ദേഹത്തിൻ്റെ തീവെട്ടിക്കൊള്ളയ്ക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു സബ്സ്റ്റാൻഡേർഡ് ഒരു ആൾക്കൂട്ടത്തെ, ഇദ്ദേഹത്തിൻ്റെ പെട്ടിതാങ്ങികളായ, ഇദ്ദേഹത്തെ കാണുമ്പോൾ ഓച്ചാനിച്ച് നിൽക്കുന്ന തരത്തിലുള്ള ഒരു, ഇന്നലെ ഞാൻ സംസാരിച്ചതുപോലെ ടീം വേട്ടാവളിയൻസ് ആണ് ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്യുവാനിവിടെ ശ്രമിക്കുന്നത്. കേരളത്തിന് അതല്ല ആവശ്യം. ഈ പാർട്ടിക്ക് അതല്ല ആവശ്യം. മിടുക്കരായ കഴിവുള്ള ആ യുവ നേതാക്കന്മാരും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കന്മാരും അടങ്ങുന്ന ഒരു ടീം UDF എന്ന ഒരു എഫക്റ്റ് ഇവിടെ ഉണ്ടാകണമെങ്കിൽ അതുപോലെ ഒരു ടീം വേണം. ഈ ഒരു ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തെ ഛിന്നഭിന്നമാക്കി കഷണങ്ങളാക്കി കളയുന്ന ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് അവിടെ ഇരിക്കുന്നിടത്തോളം കാലം അപ്രകാരം ഒരു ടീം ഫോർമേഷൻ ഇവിടെ നടക്കത്തില്ല എന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തേണ്ടത് ഈ പാർട്ടിയുടെ ദേശീയ തലത്തിലുള്ള നേതൃത്വമാണ്. എന്നാൽ ആ ദേശീയ തലത്തിലുള്ള ഒരു നേതൃത്വം ഇവിടെ ഇല്ല എന്ന് ഞങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞു. അവിടെയുള്ളത് ഒരു കർണാടക ലോബിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവർക്ക് സ്വയം
ചില മുതിർന്ന നേതാക്കന്മാർ ഞാനുമായി സംസാരിച്ചപ്പോൾ അവർ വെളിപ്പെടുത്തിയത്, ഞങ്ങൾക്കെല്ലാം ഇതറിയാം സുനിലെ, ഇതിൻ്റെ പോക്ക് ശരിയല്ല, ഇതെല്ലാം നാശത്തിലായിട്ടാണ് പോകുന്നത് എന്ന് ഞങ്ങൾക്കറിയാമെങ്കിലും ഞങ്ങൾക്ക് നിർവാഹമില്ല. കാരണം ഞങ്ങളെയെല്ലാം ഒതുക്കി ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അനുമതിയോടെ തന്നെ പല തീവട്ടികളെയും ഓരോ സ്ഥാനത്ത് പ്രദർശിച്ചിരിക്കുകയാണ്. അവന്മാർ എന്നാൽ ചെയ്യട്ടെ എന്ന ഒരു മനോഭാവത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പക്ഷേ ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്, ഇത് നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഉടൻ തന്നെ മാറ്റങ്ങൾ വരും എന്നവർ പ്രതീക്ഷിക്കുന്നു. മാറ്റങ്ങൾ വന്നില്ല എങ്കിൽ, മാറ്റമെന്ന് പറയുമ്പോൾ ഇവർ ഒതുക്കുവാൻ ശ്രമിച്ച നേതാക്കന്മാരെ എല്ലാം ചേർത്ത് നിർത്തുകയും അതുപോലെ പഴയ നേതാക്കന്മാരെ ചേർത്ത് നിർത്തി ഒരു ടീം എഫക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അവർ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം ഇവർക്ക് കരസ്ഥമാക്കാം. അല്ലെങ്കിൽ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ കാത്തിരിക്കണം. ഓരോ ദിവസത്തെയും വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവരുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ITV ന്യൂസ് വരുന്ന 250 ദിവസം മിഷൻ 250 എന്ന ക്യാമ്പയിൻ നടത്തുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾ കണ്ണാടിയിൽ കൂടെ കാണുന്നത് പോലെ തന്നെ ഇവന്മാരുടെ സകല തരികടകളും, ഇവന്മാരുടെ സകല പ്രവർത്തികളും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കാം. നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങൾക്ക് പ്രവർത്തിക്കാം, നിങ്ങൾക്ക് അതനുസരിച്ച് വോട്ട് ചെയ്യാം. അതിന് ജനങ്ങളെ പ്രാപ്തരാക്കുക. നിങ്ങളുടെ കാഴ്ചയെ, ഒരു വിഷനും നിങ്ങളുടെ കാഴ്ചയെ ആരും മറയ്ക്കാതിരിക്കുവാൻ, തടസ്സപ്പെടുത്താതിരിക്കുവാൻ വളരെ ക്ലാരിറ്റിയുള്ള ആ കാഴ്ചകളാണ് ITV ന്യൂസിലൂടെ നിങ്ങൾ വരുന്ന 250 ദിവസങ്ങൾ കാണാൻ പോകുന്നത്. ഇപ്രകാരം ഒരു തരികടയുമായി, ഒരു ഏകപക്ഷീയമായി ഈ പ്രസ്ഥാനത്തെ ഏതെങ്കിലും കർണാടക ലോബികൾക്ക് മറച്ചു വെക്കാനുള്ള, അതല്ലെങ്കിൽ അച്ചാരം വാങ്ങി ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാൻ ഇവരുടെ പ്രവർത്തനങ്ങൾ അനുവദിച്ചുകൂടാ. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ഞങ്ങളത് വളരെ കൃത്യമായ രീതിയിൽ ഞങ്ങൾ പ്രേക്ഷകരുടെ മുൻപിലെത്തിക്കും. ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഇന്ന് ഈ മിഷൻ 250യുടെ 2ാം ദിനമായി ഇന്ന് പ്രേക്ഷകരുമായി ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഒരു സൈഡിൽ വിശ്വാസ സംഗമ യാത്ര ഇവന്മാർ നടത്തുന്നു, മറു സൈഡിൽ പാർട്ടിയിൽ തന്നെ, അതല്ലെങ്കിൽ പാളയത്തിൽ തന്നെ പട എന്ന അവസ്ഥ. യാതൊരു പ്രശ്നവുമില്ലാതിരുന്ന, നന്നായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന, യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ജീവനറ്റ് കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നുവെങ്കിൽ, ആ അവസ്ഥ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റായ ദിശയിലേക്കായിരുന്നു പോകുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അതിൻ്റെ ഏറ്റവും പീക്ക് പെർഫോമൻസിൽ ഇരുന്ന, ഏറ്റവും ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരുന്ന ആ സമയത്താണ് ഇതുപോലൊരു നാശം ഈ പ്രസ്ഥാനത്തിന് ഈ VD സതീശൻ ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നോക്കുക. കഴിഞ്ഞ 60 ദിവസം കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട, ജനങ്ങളെ ഏറ്റവും വൈകാരികമായി ബാധിച്ച ഒരു വിഷയമായിരുന്നു രാഹുൽ വിഷയം. ആ കഴിഞ്ഞ 60 ദിവസം കൊണ്ട്, കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് പിണറായി വിജയൻ ഉണ്ടാക്കിയ ആ ആന്റി ഇൻക്യുംബൻസി ഫാക്ടർ, കടുത്ത ഭരണകൂട വിരുദ്ധത എന്ന് പറയുന്നത് 100% നിന്നതിനെ 0യിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു എന്നതാണ് ഈ 60 ദിവസത്തെ ഈ കേക്കച്ചൻ്റെ ഈ തെറ്റായ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായത് എന്ന് നാം മനസ്സിലാക്കണം. ഇതിനേക്കാൾ എത്രയോ ഭേദമാണ് പിണറായി എന്ന് കോൺഗ്രസ്സുകാർ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയത് ഇയാളുടെ ഈ ഒരൊറ്റ പിടിപ്പുകൾ കൊണ്ടാണ്. അത് 60 ദിവസമായിട്ടും പരിഹരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ആ വിഷയത്തിൻ്റെ തുടർച്ചയായി ഇവരുടെ പെട്ടുചുമപ്പുകാരായ 4 പേരെ എടുത്തപ്പോൾ അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ ഇതാ ഗ്രൂപ്പുകൾ തമ്മിലടി, A പരാതിയുമായി പോകുന്നു, I ഗ്രൂപ്പ് പരാതിയുമായി പോകുന്നു. ഇതിനകത്ത് AI ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ ഇതാ K ഗ്രൂപ്പ് എന്നൊരു സാധനം, പുതിയ ഗ്രൂപ്പാണ്. ഇപ്പോൾ പുതിയൊരു ഗ്രൂപ്പ് കൂടെ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുകയാണ്, K ഗ്രൂപ്പ്. എന്തുവാ? കേക്കച്ചൻ ഗ്രൂപ്പ്. കേക്കച്ചൻ, ബാക്കിയുള്ളവർ ഓരോരോ കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കുമ്പോൾ കേക്കച്ചൻ ശ്രമിക്കുന്നത് ഈ പ്രസ്ഥാനത്തെ, പോഷക സംഘടനകളെ എല്ലാം തൻ്റെ കാൽക്കീഴിലാക്കുക എന്ന ഒരു ശ്രമത്തിലാണ് കേക്കച്ചൻ. അപ്രകാരം വന്നാൽ താൻ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ കൊണ്ടുപോകാം എന്ന ധാരണയിലാണ് മിടുക്കനായ K സുധാകരനെ ആദ്യമേ ഒതുക്കി KPCC അധ്യക്ഷ സ്ഥാനത്ത്. ഇപ്പോൾ ഇതാ ഒരു അരമനക്കുണ്ടൻ, അയാൾക്ക് കണ്ണൂരിൻ്റെ അയാളുടെ മണ്ഡലമല്ലാതെ വേറെ ഒരു ബോധവുമില്ല. 7 മണി കഴിഞ്ഞാൽ അയാൾക്ക് യാതൊരു ബോധവുമില്ല. അഴിച്ച് 2 എണ്ണം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം 10 മണിയാണ് അയാൾ ഓണാണെങ്കിൽ അതുപോലൊരു സാധനം. വാ തുറക്കരുതെന്ന് പറഞ്ഞാൽ തുറക്കില്ല. എന്തെങ്കിലും പ്രസ്താവന പോലും VD സതീശനോട് ചോദിച്ചിട്ടല്ലാതെ അയാൾ ഒരു വാക്കും പറയൂല. അതുപോലൊരു അരമന കിങ്ങിണിയെ
ഒരു KPCCയെ വന്ധീകരിച്ച ഷണ്ഡീകരിച്ച ഒരു സംഭവമായി പോയി. കെ സുധാകരനെ പോലെ മിടുമിടുക്കനായ നട്ടലുള്ള ഒരു KPCC അധ്യക്ഷനെ മാറ്റി അവിടെ ഈ ഒരു അരമന കിങ്ങിണിയെ, പള്ളിയിൽ മറ്റേ ഈ സാധനം വീശാൻ പറ്റുന്ന സൈസ് ഒരു എലമെന്റ്, ഇതുപോലൊരു കക്ഷിയെ കൊണ്ട് അവിടെ വെച്ചു. അതുപോലെ തന്നെ നോക്കുക, യൂത്ത് കോൺഗ്രസ് ഖർജിക്കുന്ന സിംഗം എന്ന് വേണേൽ പറയാവുന്ന മിടുമിടുക്കനായ രാഹുൽ മാങ്കുട്ടത്തിലിനെ പോലെയുള്ള ഒരു മിടുക്കനായ ഒരു നേതാവിനെ നശിപ്പിച്ചിട്ട് കണ്ടോ, എടാ ഇതുപോലുള്ള കുറെ വേട്ടാവളിയന്മാരെ കൊണ്ട് ആ പദവിയിലേക്ക് ഇരുത്തി. എന്തൊരു ഗതികേടാണ്. കേക്കച്ചാൻ, നിനക്ക് പറ്റുമായിരുന്നുവെങ്കിൽ ഇതിലും മിടുക്കരായ ആളുകളെ KPCC അധ്യക്ഷ സ്ഥാനത്തോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വ സ്ഥാനത്തോ വെച്ചിരുന്നുവെങ്കിൽ ജനങ്ങൾ നിന്നെ സല്യൂട്ട് ചെയ്തേനെ. നിന്റെ ചെരുപ്പ് നക്കികളായ, നിന്റെ മുന്നിൽ റാൻമൂളികളായി കുനിഞ്ഞു നിൽക്കുന്ന വെറും സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആളുകളെ ഓരോ പദവിയിലിരുത്തി ടീം കേക്കച്ചൻ, ടീം വേട്ടാവളിനാക്കി കഴിഞ്ഞു ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ. അങ്ങനെ തിരഞ്ഞെടുപ്പെടുക്കാറാകുമ്പോൾ ഈ പ്രസ്ഥാനത്തെ ശിഥിലമാക്കി വെറും റാൻമൂളികളുടെ ഒരു കൂട്ടായ്മയാക്കി മാറ്റി അവസാനം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ പ്രസ്ഥാനത്തെ വീണ്ടും പിണറായി വിജയന് മൂന്നാമതും തുടർഭരണം ഒരുക്കുവാനുള്ള ഒരു അവസ്ഥയാണ് ഇവൻ ഈ കാണിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. താൻ എന്തൊക്കെ കളിച്ചാലും KC വേണുഗോപാൽ എന്ന് പറയുന്ന ആ കുഴിപ്പുളവൻ വന്ന് അവസാനം കസേരയിലിരിക്കുമെന്ന് മനസ്സിലാക്കിയാണ് ഈ കേക്കച്ചൻ ഈ തരവഴികൾ കാണിക്കുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുവാനാണ് ഈ 250 ദിന കർമ്മ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. മാലിന്യത്തെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ കോൺഗ്രസിനെ നാറ്റിക്കുന്ന, നശിപ്പിക്കുന്ന ഈ മാലിന്യത്തെ പറവൂരിൽ തന്നെ സംസ്കരിക്കുക ഇത്തവണ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്, ഇവനെ കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ പറവൂരിൽ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പറവൂരിലെ ആ ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തുവാനാണ് ഈ ഒരു ക്യാമ്പയിൻ. ഇതിൽ ലോകമെമ്പാടുമുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു ക്യാമ്പയിനാണ്. ഇതിനകത്ത് ജാതിയോ മതമോ വർഗമോ പാർട്ടിയോ ഒന്നുമില്ല. ഈ കേരളത്തിന് നന്മയെ ആഗ്രഹിക്കുന്ന, ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്ന, സംശുദ്ധമായ ഒരു രാഷ്ട്രീയം ഇവിടെ പുലരണം എന്ന് കാംക്ഷിക്കുന്ന, ജനാധിപത്യ സംവിധാനം ഇവിടെ പുലരണം, സമാധാനത്തോടെ ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികളായ ഒരു കൂട്ടം സമാനമനസ്കരായ ജനങ്ങളാണ് ഈ മിഷൻ 250യുടെ പിന്നിൽ. ഇതിൻ്റെ ചാലകശക്തി, അവരുടെ പ്രതികരണങ്ങളാണ് ഞങ്ങളുടെ ഇന്ധനം. i2i ന്യൂസിലൂടെ നിങ്ങളുടെ പ്രതികരണങ്ങൾ വാർത്തയിൽ വിഷം പുരട്ടാതെ, ഞങ്ങളുടെ മറ്റ് അഭിപ്രായങ്ങളൊന്നും കലർത്താതെ സത്യസന്ധമായ വിവരങ്ങളാണ് ഞങ്ങൾ i2i ന്യൂസിലൂടെ ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ മിഷനിൽ ഈ 250 ദിവസത്തിൽ കേരളത്തിലേക്ക് ഇനി വരാൻ പോകുന്ന വലിയൊരു ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ട് അത് ഒഴിവാക്കുവാൻ നമ്മൾ ജാഗരൂകരായി പ്രവർത്തിക്കേണ്ടുന്ന ഈ 250 ദിവസം നിങ്ങളുടെ പ്രതികരണങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ചും, ഇന്നത്തെ വിഷയം നമുക്കറിയാം. ഒരു സൈഡിലൂടെ വിശ്വാസ സംഗമ യാത്ര എന്ന് പറഞ്ഞ് ഇവന്മാർ അപ്രകാരമുള്ള പരിപാടികൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഇപ്പുറത്തിതാ ഈ പാർട്ടിയിൽ തമ്മിലടി നടന്നുകൊണ്ടിരിക്കുന്നു. രാഹുൽ മാങ്കുട്ടത്തിൽ വിഷയത്തിൽ ഇതാ ഇവന്മാർ ഒരു പരിഹാരം ഉണ്ടാക്കുന്നില്ല. കസേരമോഹികളായ ചിലന്മാർ പല പഴയ ഗ്രൂപ്പ് പരിപാടികളുമായി അവിടെയും ഇവിടെയും അനങ്ങിത്തുടങ്ങുന്നു. ഇതെല്ലാം ജനങ്ങൾ ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് പ്രതികരിക്കുക. i2i ന്യൂസ് മിഷൻ 250 നിങ്ങളുടേതാണ്. നിങ്ങളുടെ പ്രതികരണത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. താഴെ സ്ക്രോൾ ചെയ്യുന്ന 9746114444 അതല്ലെങ്കിൽ 9746114444 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് പ്രതികരണം അറിയിക്കാവുന്നതാണ്. ആ പ്രതികരണങ്ങൾ ഞങ്ങൾ i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ എന്ന സെഗ്മെന്റിൽ ഞങ്ങൾ നൽകും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലെ മുതിർന്ന നേതാവായ PJ കുര്യൻ പറയുന്നത് നിങ്ങൾ ഇനി കേൾക്കുക. അദ്ദേഹം പറയുന്നു, രാഹുൽ മാങ്കുട്ടത്തെ തടയുന്നതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അവകാശമാണ് MLA എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ വരിക, പ്രവർത്തിക്കുക, ഇത്തരത്തിലുള്ള ഉദ്ഘാടന കർമ്മങ്ങൾ ചെയ്യുക എന്നത് അദ്ദേഹത്തിൻ്റെ റൈറ്റ് ആണ് എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ രാഹുൽ മാങ്കുട്ടത്തെ പോലെയുള്ള ആ നേതാക്കന്മാരെ ചേർത്ത് പിടിക്കേണ്ടുന്നത് ആവശ്യമാണ് എന്ന ധ്വനി തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതുപോലെ പല മുതിർന്ന നേതാക്കന്മാരും UDF കൺവീനർ അടക്കം അവരുടെ നിലപാടുകൾ പറഞ്ഞു. എങ്കിലും ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ഒരു നരാധവന്റെ ഒരൊറ്റ പിടിവാശിയുടെ പുറത്താണ് രാഹുൽ മാങ്കുട്ടത്തിൽ ഇപ്പോഴും പുറത്തു നിൽക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. PJ കുര്യൻ നടത്തിയ ആ പ്രതികരണം കണ്ട ശേഷം ഉടൻ മടങ്ങി വരാം.
ഇപ്പോൾ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ പാലക്കാട് ചെന്നിരുന്നു, പ്രവർത്തനങ്ങളൊക്കെ സജീവമായിരുന്നു. പക്ഷേ അദ്ദേഹം ഉയർന്ന ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ മറുപടി നൽകിയിട്ടില്ല കൃത്യമായി. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു MLA ആണ്, തിരഞ്ഞെടുക്കപ്പെട്ട MLA ആണ്. ആ മണ്ഡലത്തിൽ പോകേണ്ട അദ്ദേഹത്തിൻ്റെ കടമയാണ്. അദ്ദേഹം പോയത് അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായ ഒരു MLA എന്ന നിലയിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കുകയും പരിഹാരം കാണുവാൻ ശ്രമിക്കേണ്ടത് MLAയുടെ കടമയാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു. അതിനെന്താ തെറ്റ്? തീർച്ചയായും അത് തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. നേരത്തെ ചില ശബ്ദരേഖകളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അതിൽ ആരാണ് എന്താണ് എന്നുള്ള വ്യക്തത ഇതുവരെ അദ്ദേഹം വരുത്തി. അല്ല, ആ വിഷയങ്ങളിലേക്കൊന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതാണ്. അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ആരോപണം വന്നപ്പോൾ KPCC നടപടിയെടുത്തു. ഇനി അതൊരു ചർച്ചയിലേക്ക് പോകേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, അത് ഒരു MLA എന്ന നിലയിൽ അയാൾക്ക് എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കാവുന്നതാണല്ലോ. MLA എന്ന നിലയിൽ അതിനെന്താ തെറ്റ്? അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട MLA അല്ലേ? അതല്ലേ? പിന്നെ KPCC അദ്ദേഹത്തിന് എതിരെ എടുക്കേണ്ട ആക്ഷൻ എടുത്തു കഴിഞ്ഞു. ദാറ്റ് ഈസ് ഓവർ. അതിൽ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണപ്പാളി അതിൻ്റെ വിഷയത്തിലൊക്കെ ഇടത് സർക്കാരും ദേവസ്വം ബോർഡൊക്കെ പ്രതിരോധത്തിലാണ്. UDF-നെ സംബന്ധിച്ചൊരു അഡ്വാൻറ്റേജാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ ഇങ്ങനെയുള്ള ചില നീക്കങ്ങളൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങൾ UDF-നെയും ഒപ്പം തന്നെ കോൺഗ്രസിനെയും എല്ലാം സാധ്യത കുറയ്ക്കില്ല. UDF ശബരിമല കാര്യം ഒരു അഡ്വാൻറ്റേജായിട്ടൊന്നും കാണുന്നില്ല. മറിച്ച് ശബരിമലയിലെ ഇതുപോലെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ നിന്ന് സ്വർണ്ണം ഇങ്ങനെ മോഷ്ടിക്കപ്പെട്ടാൽ അത് എല്ലാവരുടെയും ആശങ്കയാണ്, എല്ലാവരുടെയും പ്രശ്നമാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നമാണ്. കോൺഗ്രസിൻ്റെ മാത്രം അല്ല. അതിനെ ഒരു തരത്തിലും അഡ്വാൻറ്റേജായി കോൺഗ്രസ് കാണേണ്ട കാര്യവുമില്ല. ഈ നഷ്ടം, ഈ മോഷണം നടത്തിയതാരാണെന്ന് അവരെ കണ്ടുപിടിച്ച് അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നതാണ് ആവശ്യം. അതിന് കോടതി തന്നെ ഇപ്പോൾ ഒരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. യഥാർത്ഥ കള്ളന്മാരെയൊക്കെ കണ്ടെത്തി അവരെ ഇരുമ്പഴിക്കുള്ളിൽ കൊണ്ടുവരുമെന്നാണ് എൻ്റെ വിശ്വാസം. വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഈ ദേശീയ സെക്രട്ടറി പദവിയിലേക്കില്ല എന്ന് പറയുന്ന അബിൻ വർക്കി തീരുമാനം പുനഃപരിശോധിക്കണം, പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതല നിർവഹിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. അല്ല, അതിപ്പം അബിൻ വർക്കിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. പക്ഷെ അദ്ദേഹം KPCC-യുടെ പാർട്ടിയുടെ തീരുമാനത്തെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിനപ്പുറത്ത് അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ അവകാശമുണ്ട്. അതിൽ സംഘടനാവിരുദ്ധമായ ഒന്നുമില്ല. പാർട്ടി അവസാനം എടുക്കുന്ന തീരുമാനം എല്ലാവരും അംഗീകരിക്കണമെന്ന് എൻ്റെ എന്നുമുള്ള നിലപാട് ഇപ്പോഴും അത് തന്നെയാണ്. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത തീരുമാനം വരും. അതേതൊരു നേതാവിനും ഇഷ്ടമില്ലാത്ത തീരുമാനം പാർട്ടിയിൽ നിന്ന് വരും. അതെല്ലാ പാർട്ടികളിലും അങ്ങനെ ഉണ്ടാകും. പക്ഷേ അങ്ങനെ തീരുമാനം ഉണ്ടാകുമ്പോൾ നമുക്കിഷ്ടമായ തീരുമാനം ആണെങ്കിൽ മാത്രം അംഗീകരിക്കുക, അല്ലെ എല്ലാ തീരുമാനവും അംഗീകരിക്കണം. സോ പാർട്ടി തീരുമാനിച്ച സ്ഥിതിക്ക് അത് അംഗീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.